കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂർ ദസറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ നിന്ന് നമ്മളൊരു 4 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. പോകുന്ന വഴിയിൽ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാറിൽ കയറിയ പാടെ തന്നെ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൂർ എത്തിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചിൽ പെയ്യാമ്പലത്ത് പോയി അവിടുന്ന് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് കഴിച്ച് പിന്നെ അവിടുന്ന് എല്ലാവരും പട്ടം പറത്തുന്നത് കണ്ടിട്ട് മോൻ പറഞ്ഞു എനിക്കും ഒരു പട്ടം വാങ്ങിത്താന്ന്. അങ്ങനെ മോനൊരു പട്ടം വാങ്ങിച്ചു കൊടുത്തിട്ട് എല്ലാവരും കൂടെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലോണം കളിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ വേഗം ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോട്ടൽ തപ്പി കുറേ നടന്ന്. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. ദസറയല്ലേ ഉള്ളത്, അതുകൊണ്ട് എവിടെയും പാർക്കിങ്ങും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം എംആർഐയിൽ കയറി അങ്ങനെ അവസാനം വെറൈറ്റി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയ നമ്മൾ മന്തി തന്നെ അവസാനം കഴിച്ച്. അപ്പോഴേക്ക് തന്നെ ഒരു വിധം ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കാൻ കയറിയത് തന്നെ 8 മണിക്കാണ്. ആ 8 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൂർ അത്രയും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ദസറയ്ക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്ക് അറിഞ്ഞത് ആശാ ശരത്തിൻ്റെ നടനായിരുന്നു അന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. കുട്ടികൾ പറഞ്ഞാൽ അത് വേണ്ട, നമുക്ക് വേറെ അപ്പുറത്ത് പോലീസ് മൈതാനത്തിൽ നമുക്ക് സർക്കസ് ഉണ്ട്, അതിന് കയറാമെന്ന് പറഞ്ഞു. സർക്കസ് കാണാൻ വേണ്ടിയിട്ടല്ല ആൾക്കാരുണ്ടായത്, ആശാ ശരത്തിനെ കാണണം എന്നുള്ള മോഹം എനിക്കുണ്ടായിട്ടുണ്ട്.